السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിലേക്ക് നമ്മെ എത്തിച്ചു. ഇൻഷാ അള്ളാഹ് വിശുദ്ധ റമളാൻ ഷരീഫിനെ വരവേൽക്കാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളത്. കാരണം നോമ്പെന്നുള്ള ഇബാദത്ത് മറ്റു ഇബാദത്തുകളെ പോലെ ഒന്നുമല്ല. അള്ളാഹു തആല തന്നെ പറഞ്ഞത് അസ്സൗമു ലി വ അന അജിസു ബിഹി, നോമ്പെന്നുള്ള ഇബാദത്ത് അത് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം കണക്കാക്കി നൽകുന്നവൻ ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ മഹത്തായ നോക്കുക എന്നുള്ളത്, അതിനുള്ള തൗഫീഖ് നൽകുക, സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്തായി നാം കാണുകയും നാം അതിന് അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദിയുള്ളവരാകുകയും ചെയ്യണം. കാരണം ഒരാൾ നോമ്പനുഷ്ഠിച്ച് അങ്ങനെ നോമ്പുകാരനായി മരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടുപോയി, ഇങ്ങനെയൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ടുപോയി, നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടുപോയി, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു അസാബുമില്ലാതെ ഒരു ശിക്ഷയും ഏറ്റുവാങ്ങാതെ നേരിട്ട് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ ഖുതിമ ലഹു സിയാമു യൗമിൻ ദഖലൽ ജന്ന, ഒരാൾ നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടുപോയാൽ, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം മരണപ്പെട്ടുപോയാൽ, ഇങ്ങനെയൊക്കെ മരണപ്പെടാൻ ഒരാൾക്ക് സൗഭാഗ്യം ലഭിച്ചാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം പ്രവേശനം നൽകി കഴിഞ്ഞു എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അതിന് വ്യാഖ്യാനം നൽകിയത് തന്നെ ഒരാൾക്ക് നോമ്പുകാരനായി കൊണ്ട് മരണപ്പെടാൻ വേണ്ടി സാധിച്ചു. അതല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അവർക്ക് സ്വർഗപ്രവേശനം നൽകുമെന്നാണ് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ അദാബുകൾ കൂടാതെ, ശിക്ഷയൊന്നും ഏറ്റുവാങ്ങാതെ അല്ലാഹു തആല സ്വീകരിച്ച രൂപത്തിൽ ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചുവെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശനം നൽകുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള വാക്കുകളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്. പക്ഷേ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരിക്കലും അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമായി കൂടാ. നമ്മുടെ എല്ലാ അവയവങ്ങളും നോമ്പുകാരനാണെന്ന നിലക്ക് സർവ്വ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തി ഹലാലായ വിഷയങ്ങൾ തന്നെയാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാതെ, ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും അല്ലാഹുവിനോട് അങ്ങേയറ്റം താഴ്മയോടെ വിനയത്തോടെ ദുആ ചെയ്യാനൊക്കെ ആയിരിക്കണം നോമ്പുകാരൻ അവൻ്റെ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ രൂപത്തിലൊക്കെ നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചാൽ അവരെ സംബന്ധിച്ചാണ് ഈ പറയപ്പെട്ടത് അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം നൽകി കഴിഞ്ഞു എന്നുള്ളത്. അല്ലാഹു തആല അതിന് നമുക്കും വലിയ സൗഭാഗ്യം നൽകി നമ്മ ഇഹപര വിജയികൾ ചേർത്തിരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.